ഹലോ എവരി വൺ. ക്ലാസ് +2 പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ സാറ്റിൻ്റെ റിസൾട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ അവരുടെ മെയിനായിട്ടുള്ളൊരു ചോദ്യം, ഈ +2 കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ടാണ്. അപ്പം ഈ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം സ്ക്വയർ ചെയ്ത് വരുന്നത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഒപ്പം നോളജ് കൂടെ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ടൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ലോജിക്കലായിട്ടുള്ളൊരു ചോയ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, അത് അളക്കാൻ വേണ്ടിയിട്ട് ലോകത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പരീക്ഷയുടെ റിസൾട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. സാറ്റിൻ്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ റിസൾട്ട്. അപ്പം ഒരു മനുഷ്യനുള്ള 8 അഭിരുചികളുടെ ഒരു അളവാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കുട്ടിയുടെ 4 ആപ്റ്റിറ്റ്യൂഡുകൾ പോസിറ്റീവാണ്, ബാക്കി 4 നെഗറ്റീവാണ്. അപ്പം സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് പോസിറ്റീവാണ്. സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെ 3Dയിൽ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു കപ്പാസിറ്റിയാണ്. ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള നിങ്ങളുടെ പ്രാവീണ്യമാണ്. പെർസെപ്ച്വൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻസ് ഓർഗൻസ് കണ്ട് റെസ്പോണ്ട് ചെയ്യേണ്ട സർട്ടൺ പ്രൊഫഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളൊരു നല്ല സർജൻ ആകുക, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ക്രിയേറ്റീവ് ആകുക, വരയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ന്യൂമറിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ കിട്ടിയാൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഇൻഹറൻറ്റ് കപ്പാസിറ്റിയാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകും, ഇപ്പോൾ ഈ കുട്ടീൻ്റെ യൂഷ്വലി സാറ്റിൻ്റെ ഡാറ്റ പറയുന്നത് സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡും പെർസെപ്ച്വൽ ആപ്റ്റിറ്റ്യൂഡും എവിടെ ഹൈ ആണെങ്കിൽ വരയ്ക്കാനുള്ളൊരു കപ്പാസിറ്റി ഇൻഹറൻ്റ് ആയിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യമുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഈ കുട്ടി നന്നായിട്ട് വരയ്ക്കും എന്നുള്ളൊരു സാധനമുണ്ട്. അതിൻ്റെ ഒപ്പം ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കൂടെ അത്യാവശ്യം സ്ട്രോങ് ആണ്. അതായത് ഒരു കാര്യത്തെ 3Dയിൽ വിഷ്വലൈസ് ചെയ്യാം, അതിൻ്റെ ഒപ്പം അതിനെ സെൻസ് ഓർഗൻസ് കണ്ട് റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് സ്പെസിഫിക് ആയിട്ട്. അതിൻ്റെ ഒപ്പം കണക്കും നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരു കാര്യമുണ്ട്. അപ്പം ആർക്കിടെക്ചർ ക്യാൻ ബി ആൻ ഓപ്ഷൻ എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമുക്ക് ലോജിക്കലായിട്ട് എത്താൻ പറ്റും. പല ഓപ്ഷൻസും, ഇപ്പോൾ ന്യൂമറിക്കൽ റീസണിങ് ഹൈ ആണ് എന്ന് കരുതി നമ്മൾ ഉടനെ നാട്ടിൽ പറയുന്നത് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു സാധനം പറയില്ലേ. പക്ഷേ അബ്സ്ട്രാക്ട് റീസണിങ് എന്നുള്ളതാണ് ഇതിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് വരുന്നത്. അതായത് ഒരു കാര്യത്തെപ്പറ്റി മുമ്പ് പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഗീവൺ എ സിറ്റുവേഷൻ ലോജിക്കലി റെഡ്യൂസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി. അപ്പോൾ അത് നെഗറ്റീവ് ആയതുകൊണ്ട് എഞ്ചിനീയറിംഗ് എന്നുള്ളത് അത്രയും ആപ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് ഇല്ല. അതിൻ്റെ ഒപ്പം തന്നെ മെക്കാനിക്കൽ റീസണിങ്ങും നെഗറ്റീവാണ്. അപ്പം എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇപ്പം ലാംഗ്വേജ് ഹൈ ആണ് എന്ന് കരുതി ലോയർ ആകാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ പറയുന്നത് വെർബൽ റീസണിങ് ലോ ആണ്. വെർബൽ റീസണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി വേറൊരാൾക്ക് എത്തിക്കാനുള്ളൊരു കഴിവ്. ഈ കുട്ടീൻ്റെ ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ് ലോ ആണ്. ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓർഗനൈസേഷൻ സ്കില്ല്, ടീം പ്ലെയർ ആയിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളൊരു കാര്യം. അപ്പം ഉടനെ തന്നെ ഒരു മാനേജ്മെൻറ്റിൻ്റെ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ആൾക്കാർ ഒത്തിരി ഡീൽ ചെയ്യേണ്ട ഒരു കോഴ്സ് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാകില്ലേ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ ഉള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ആർക്കിടെക്ചറിനെ പോവുകയാണെങ്കിലും അബ്സ്ട്രാക്ട് റീസണിങ് കുറച്ചുകൂടെ വേണം എന്നുള്ളൊരു കാര്യമുണ്ട്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ. പക്ഷേ നമുക്കിവിടെ ഉള്ളൊരു സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടീൻ്റെ ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത് 56.7%, ഏറ്റവും കുറവുള്ളത് 48.6%. അതായത് ഏറ്റവും കൂടുതലുള്ളതും കുറവുള്ളതും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ ഈ കുട്ടി ചിലപ്പോൾ ഒരു കൊല്ലം റിപ്പീറ്റ് അടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്കിൽ ട്രെയിനിങ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും ഈ കുറവുള്ള ആപ്റ്റിറ്റ്യൂഡും കൂടി വരാനുള്ള പോസിബിലിറ്റി ഭയങ്കര ഹൈ ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്ന് ചെക്ക് ചെയ്യുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആണ് ഇപ്പോൾ ഒരു ക്ലാസ് 10th കഴിഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. താങ്ക് യു സോ മച്ച്.